എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഒരു 2 ഏക്കർ സ്ഥലമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമ്മൾ സ്ഥലത്തിൻ്റെ തുടക്കത്തിലാണുള്ളത്. ഇവിടെ അതൊരു വേലിക്കല്ല് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇവിടെ മുതൽ നമ്മളെ സ്ഥലം തുടങ്ങുന്നുണ്ട്. ഇത് ഒരേ ലൈനായിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് പോകുന്നുണ്ട്. ഇത് നമ്മളെ ഫ്രണ്ടിലുള്ള റോഡ്. നല്ല റോഡ് സൗകര്യമുണ്ട്. ഈ കാണുന്ന സ്ഥലം നല്ല സ്ഥലമാണ്. നല്ല വരുമാനം കിട്ടുന്ന സ്ഥലം. ഇതിൽ ഫുള്ളായിട്ട് കാപ്പി. ഈ കാപ്പിൻ്റെ ഇടയിലൂടെ നിങ്ങൾ കാണുന്ന പോലെ ധാരാളം തെങ്ങുകളുണ്ട്. നല്ല കായ്ക്കുന്ന തെങ്ങുകളുണ്ട്, കവുങ്ങുകളുണ്ട്. അതുപോലെ മറ്റ് എല്ലാ മരങ്ങളും, മാവും പ്ലാവും ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും എല്ലാ സംഭവങ്ങളും നമ്മളെ സ്ഥലത്തുണ്ട്. ഒരു പഴയ റോഡിട്ട വീടുണ്ട്. അതുപോലെ നമ്മളെ ഈ സ്ഥലത്തിൻ്റെ അതിരിൽ പുഴയുണ്ട്. പുഴയോടൊക്കെ ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. വെള്ളത്തിനൊക്കെ നല്ല സൗകര്യം തന്നെയുണ്ട്. അത്യാവശ്യം നല്ല പ്രൈവസി ഉണ്ട്. എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലം. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ റോഡ്, ഇത് അത്യാവശ്യം നല്ല റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട്. കുറച്ച് മുമ്പിലേക്ക് പോകാനുണ്ട്. ഈ റോഡിൻ്റെ വലത്ത് സൈഡിൽ റബ്ബറാണ്. അതുകൊണ്ട് അവിടെയൊക്കെ നല്ല പ്രൈവസി തന്നെയുണ്ട്. നല്ല ഭംഗിയാണ് ആ ഭാഗമൊക്കെ. തെങ്ങിലൊക്കെ ഉണ്ടല്ലേ, നല്ല നാളികേരമുള്ള അത്യാവശ്യം നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് ഇതിലുള്ളത്. നമുക്കങ്ങനെ മുമ്പിലേക്ക് പോകാം. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം. നമ്മളെ സ്ഥലത്തുള്ള വീടാണ് നിങ്ങൾ കണ്ടത്. ഇതിൽ നല്ലൊരു തൊഴുത്തൊക്കെ ഉണ്ട്. ഓൾറെഡി ഇതിൽ പശുവിനെയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്ക് സൈഡിൽ പുൽകൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാം. സ്ഥലം കണ്ടില്ല, നല്ല നിരന്ന സ്ഥലമാണ്. ഈ 2 ഏക്കർ ഫുള്ള് നല്ല ലെവലായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട് നമ്മളെ സ്ഥലത്തിൻ്റെ ഉള്ളിൽ. അതിൽ നല്ല ഭംഗിയുള്ള പുഴയൊക്കെ ഉണ്ട്. നല്ലൊരു സ്ഥലമാണ്. വെള്ളത്തിനൊക്കെ നല്ല സൗകര്യം തന്നെയുണ്ട്. നമ്മളങ്ങനെ കുറച്ച് മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഈ റോഡ്, നമ്മൾ ഈ സ്ഥലത്തിൻ്റെ സൈഡിലൂടെ ഈ കാണുന്ന റോഡ്, ഇത് നമ്മളെ സ്ഥലത്തിൻ്റെ സൈഡിലൂടെ പോകുന്ന റോഡാണ്. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഭാഗം നമ്മൾ ഈ 2 ഏക്കർ സ്ഥലത്തിൽപ്പെട്ട ഭാഗങ്ങളാണ്. ഈ റോഡിൻ്റെ 2 ഭാഗങ്ങളിലായിട്ടാണ് സ്ഥലമുള്ളത്. ഇവിടെയൊക്കെ നല്ല തൈക്കാപ്പികളും നല്ല കവുങ്ങൻ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ലൊരു വരുമാനം കിട്ടുന്നൊരു സ്ഥലമാണ്. കുറച്ച് മുമ്പിലേക്ക് പോകാണ്ട് ബാക്കിലൊരു വീട് നിങ്ങൾ കാണുന്നുണ്ടാവും. ആ ഭാഗം വരെ നമ്മളെ സ്ഥലത്തിൻ്റെ അതിര് വരുന്നുണ്ട്. നമുക്ക് ഈ സൈഡിലൂടെയുള്ള റോഡിൽ അങ്ങനെ പോയിട്ട് ഇതിൻ്റെ ബാക്ക് വശം കാണാം. നമ്മൾ നേരത്തെ മുമ്പിലുള്ള റോഡാണ് നിങ്ങളെ കാണിച്ചത്, കോൺക്രീറ്റ് റോഡ്. സൈഡിലൂടെ ഇതുപോലെ കണ്ടില്ല, റോഡ് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലാണ്. മീനങ്ങാടി ഭാഗത്താണ്. മീനങ്ങാടി കാര്യമ്പാടി ഭാഗത്തായിട്ടാണ് നമ്മളെ സ്ഥലമുള്ളത്. മീനങ്ങാടിയിൽ നിന്നും മാനന്തവാടിയിലേക്ക് പോകുന്ന റോട്ട്, ആ റോട്ടിലാണ് നമ്മളെ സ്ഥലമുള്ളത്. നമ്മളങ്ങനെ നമ്മളെ സ്ഥലത്തിൻ്റെ ബാക്ക് വശത്തേക്ക് വന്നിട്ടുണ്ട്. ബാക്കിലൊക്കെ ഇതുപോലെ ഫുള്ളായിട്ട് ഇതുപോലെ പുൽകൃഷിയാണ് ചെയ്തിട്ടുള്ളത്. ഈ 2 ഭാഗങ്ങളായിട്ടാണ് ഇപ്പോൾ നമ്മളെ സ്ഥലമുള്ളത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും വാഹനത്തും. നല്ല റോഡ് സൗകര്യം തന്നെയുണ്ട്. നല്ലൊരു ഏരിയ തന്നെയാണ്. നല്ല പ്രൈവസി ഉണ്ട്, അത്യാവശ്യം പ്രൈവസി ഉണ്ട്. മീനങ്ങാടി ഭാഗമായതുകൊണ്ട് തന്നെ മറ്റ് പരിസ്ഥിതി പ്രശ്നങ്ങളോ ഒരു സംഭവങ്ങളോ ഇല്ല. ഇവിടെ നമുക്ക് ഫോറസ്റ്റൊന്നും അടുത്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ വന്യമൃഗശല്യമോ മറ്റ് മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ അങ്ങനത്തെ വെള്ളപ്പൊക്കം അങ്ങനത്തെ ഒരു വിഷയമില്ലാത്ത നല്ലൊരു സേഫായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. നമ്മളങ്ങനെ വീണ്ടും വീടിരിക്കുന്ന ഭാഗത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീട് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. വീട്ടിൽ 2-3 ബെഡ്റൂമുകളും ബാത്റൂമുകളൊക്കെ ഉണ്ട്. സൗകര്യങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ വീട് ഇവിടുന്ന് പൊളിച്ച് നല്ലൊരു വീട് പണിയാം. നല്ല സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഏരിയയാണ്. സൗകര്യങ്ങളൊക്കെ അടുത്ത് തന്നെയുണ്ട്. ബസ് റൂട്ട് അടുത്തുണ്ട്. സ്കൂള്, അതുപോലെ അങ്ങാടി, എല്ലാ സംഭവങ്ങളും അടുത്ത് തന്നെ ഉണ്ട്.
പരിസരത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം പ്രൈവസി ഉണ്ട്, എന്നാൽ വീടുകളൊക്കെ ഉള്ളൊരു ഏരിയയും കൂടിയാണ്. നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ തോട്ടത്തിൽ നിന്നൊക്കെ ഒരു വരുമാനമൊക്കെ എടുത്ത് അങ്ങനെ താമസിക്കേണ്ടവർക്ക് അതിനൊക്കെ പറ്റും. നമ്മളെ സ്ഥലത്തുള്ള തൊഴുത്താണ് നമ്മൾ കാണുന്നത്. ഇതിലിപ്പോൾ ഓൾറെഡി പശുവിനൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വലിയ രീതിയിലൊക്കെ വേണമെങ്കിൽ നല്ല വലിയ ഫാമൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതിനൊക്കെ ഇഷ്ടംപോലെ ഏരിയ ഉണ്ട്. നമ്മളങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ ബാക്കിലേക്ക് വന്നിട്ടുണ്ട് സ്ഥലത്തിൻ്റെ. വീടിരിക്കുന്ന ഭാഗത്തു നിന്ന് കുറച്ച് ബാക്കിലേക്ക് വന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയൊക്കെ മുഴുവനും കാപ്പി തന്നെയാണ്. കാപ്പിൻ്റെ ഇടയിലൂടെയൊക്കെ എല്ലാ ടൈപ്പ് മരങ്ങളുണ്ട്. ഇതുപോലെ നല്ല ലെവലായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ 2 ഏക്കർ സ്ഥലത്ത് നിന്ന് 1 ഏക്കർ ആവശ്യമുള്ളവർക്ക് 1 ഏക്കർ എടുക്കാം. ഇനി ഒന്നിച്ച് എടുക്കേണ്ടവർക്ക് ഒന്നിച്ചെടുക്കാം. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ വന്ന് നമ്മൾ സ്ഥലത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തെത്തിയിട്ടുണ്ട്. ആ പുഴനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല പ്രൈവസി ഉണ്ട്. അതുപോലെ നല്ല ഭംഗിയാണ് ഈ ഭാഗത്തേക്കൊക്കെ. നല്ല ഭംഗിയുള്ള മുളങ്കൂട്ടങ്ങളൊക്കെയാണ് ഈ ലാസ്റ്റ് ഭാഗത്ത്. കണ്ടില്ല, ഇതൊക്കെ നമ്മളെ അതിലുള്ളൊരു കാഴ്ചയാണ്. നല്ല ഭംഗിയാണ് ഈ ഭാഗമൊക്കെ. അപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2 ഏക്കർ സ്ഥലമാണുള്ളത്. വയനാട് ജില്ലയിലാണ്. മീനങ്ങാടി കാര്യമ്പാടി ഭാഗത്തായിട്ടാണ്. എല്ലാ സൗകര്യങ്ങളും അടുത്തുണ്ട്. നല്ല റോഡ് സൗകര്യമുണ്ട്. എല്ലാ ടൈപ്പ് വാഹനങ്ങളും നമ്മളെ സ്ഥലത്തേക്ക് എത്തും. ഇത് നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും പറ്റും. നമ്മൾ പറഞ്ഞ പോലെ വീടൊക്കെ വെച്ച് താമസിക്കേണ്ടവർക്ക് അങ്ങനെ താമസിക്കാം. തോട്ടത്തിൽ നിന്നൊക്കെ വരുമാനം എടുത്ത് താമസിക്കേണ്ടവർക്ക് അങ്ങനെ താമസിക്കാം. ഇനി ഫാമൊക്കെ സെറ്റ് ചെയ്യേണ്ടവർക്ക് ഫാമൊക്കെ സെറ്റ് ചെയ്ത് നല്ല വരുമാനമൊക്കെ ഇതിൽ നിന്ന് നേടാം. വെള്ളത്തിനൊക്കെ നല്ല സൗകര്യം തന്നെയുണ്ട്. കണ്ടില്ല, അതിലുള്ളൊരു കാഴ്ചയാണത്. ഏത് സമയത്തും വെള്ളം ഉണ്ടാവും. അതുപോലെ റിസോർട്ട്, ഹോം സ്റ്റേ, വില്ലകൾ, ഫാം ഹൗസിൻ്റെ പർപ്പസിനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്കൊക്കെ പറ്റുന്ന സ്ഥലം തന്നെയാണ്. നല്ല അത്യാവശ്യം പ്രൈവസി ഉണ്ട്. നല്ല റോഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 2 ഏക്കർ സ്ഥലത്തിന് ഇവർ ടോട്ടൽ ചോദിക്കുന്നത് 55 ലക്ഷം രൂപയാണ്. വിലക്ക് നെഗോഷ്യബിളാണ്. അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക. നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പ് നമ്പറാണ്. ജസ്റ്റ് വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്യുക. ഇതുപോലെ സ്ഥലങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് അതുപോലെ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ ബന്ധപ്പെടുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ തന്ന് പരമാവധി സപ്പോർട്ടൊക്കെ ചെയ്യുക.